വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. എല്ലാവർക്കും ഹാജാസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വചനം എന്നുള്ള ടോപ്പിക്കാണ്. വചനം വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പഠിക്കാനിരിക്കുന്നവർ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് മാത്രം തിരഞ്ഞെടുത്ത് ആദ്യമേ പഠിച്ചു തീർക്കുന്ന ആൾക്കാർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് വചനം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ച് തീരാവുന്ന ഒന്നാണ്. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രീവിയസ് എക്സാമുകൾക്ക് ഇത് വചനത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ PSCയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റാണ് വചനം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ ഒരു ടോപ്പിക് ആണെങ്കിലും പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. എങ്കിലും അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, ആൻസേഴ്സ് എങ്ങനെ കണ്ടെത്താം, ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് പ്രയാസകരമാണ്. അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താണ് നമ്മൾ അതിലേക്ക് എത്തേണ്ടുന്നത്. അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് PDF-നകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ക്ലാസ്സിനകത്ത് ഇല്ല. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഓർമ്മ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. PDF ആയിട്ട് തരുമ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് PDF ആയിട്ട് തരാം കേട്ടോ. ശരി, നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കോളൂ, എന്താണ് വചനം? ഒരു നാമപദം ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് കുറിക്കുന്നതാണ് വചനം. ഇതാണ് ഒരു നാമപദം ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് കാണിക്കുന്നതാണ് വചനം. കുട്ടി എന്ന് പറഞ്ഞു. കുട്ടി ഒരു നാമപദമാണല്ലോ, കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ഒന്നേ ഉള്ളൂ. കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതേസമയം കുട്ടികൾ എന്ന് പറഞ്ഞു എങ്കിലോ കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. കുട്ടികൾ എന്ന് പറഞ്ഞാലോ ഒന്നിലധികമുണ്ട് അല്ലേ? അപ്പോൾ ഒരു നാമപദം ഈ കള്ള് കൂടി ഇതിൻ്റെ കൂടെ ചേർത്തപ്പോൾ, കൾ എന്ന് പറയുന്നൊരു പ്രത്യയം കൂടി ഇതിൻ്റെ കൂടെ ചേർത്തപ്പോൾ കുട്ടി എന്നുള്ള ഏകവചനം എന്തായി മാറി? ബഹുവചനമായിട്ട് മാറി. അപ്പോൾ ഒരെണ്ണത്തെ കുറിക്കുന്ന വചനത്തെ നാം എന്തെന്ന് പറയുന്നു? ഏകവചനം എന്ന് പറയുന്നു. ഒന്നിനെ കുറിക്കുന്നത് ഏകവചനം. ഇപ്പോൾ പെൺകുട്ടിയാണ് ഏകവചനം. ഈ പെൺകുട്ടി എന്നുള്ളതിന്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൾ എന്നുള്ള പ്രത്യയം ചേർത്താൽ പെൺകുട്ടികൾ എന്നാവും. അപ്പോൾ അത് ഒന്നിലധികം എന്ന് സൂചിപ്പിക്കുന്നതാവുന്നു. അപ്പോൾ ഒരു നാമപദം ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് കാണിക്കുന്നതാണ് വചനം. ഒരെണ്ണത്തെ കുറിക്കുന്നതാണ് ഏകവചനം. ഉദാഹരണം പെൺകുട്ടി. ഇനി ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നതാണ് ബഹുവചനം. ഉദാഹരണത്തിന് പെൺകുട്ടി എന്നുള്ള നാമപദത്തിന്റെ കൂടെ നമ്മൾ കൾ എന്നുള്ള പ്രത്യയം കൂടി ചേർക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ. അപ്പോൾ അതെന്തായി മാറി? ബഹുവചനമായിട്ട് മാറി. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒരു നാമപദം ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് കാണിക്കുന്നതാണ് വചനം. ഒരെണ്ണത്തെ കുറിക്കുന്നത് ഏകവചനം, ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നതാണ് ബഹുവചനം. ഇനി അധ്യാപകൻ. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഇനി അധ്യാപകർ എന്നാണെങ്കിലോ അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം അധ്യാപകർ, ഒന്നിലധികം ടീച്ചേഴ്സ് അവിടെ ഉണ്ട് എന്നാണ്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടീച്ചേഴ്സ് എന്നുള്ള അർത്ഥം അവിടെ വരുന്നു. ഇനി അതുപോലെ തന്നെ വേറെയും നമുക്ക് ഒരുപാട് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. പേന എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അല്ലേ? പേനകൾ എന്ന് പറഞ്ഞാലോ ഒന്നിലധികം ഉണ്ട് എന്ന് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നാമപദം ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്ന്, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, രണ്ടെണ്ണമാണെങ്കിൽ അതിനെ ദ്വിവചനം എന്ന് പറഞ്ഞുകൂടെ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. പക്ഷേ മലയാളത്തിൽ എന്തില്ല? ദ്വിവചനമില്ല. ദ്വിവചനം എവിടെ മാത്രമേ ഉള്ളൂ? സംസ്കൃതത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. സംസ്കൃതത്തിലാണ് ദ്വിവചനം ഉള്ളത്. ദ്വിവചനം എവിടെ വരുന്നു? സംസ്കൃതത്തിലാണ് ഉള്ളത്. മലയാളത്തിൽ ദ്വിവചന രൂപങ്ങൾ ഇല്ല. ഓക്കെ, മറക്കില്ലല്ലോ. എന്താണ്? അപ്പൊ നമുക്ക് തോന്നാം ഏകവചനമുണ്ട് ബഹുവചനമുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ രണ്ടെണ്ണം ആണെങ്കിൽ അതിനെ ദ്വിവചനം എന്ന് പറഞ്ഞുകൂടെ? ദ്വിവചനം എന്ന് പറയുന്ന സമ്പ്രദായം എവിടെയില്ല? മലയാളത്തിലില്ല, അത് സംസ്കൃതത്തിലേ ഉള്ളൂ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം.
വചനത്തെ ഏകവചനം ബഹുവചനം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വചനത്തെ എത്രയായി തിരിക്കാം? ഏകവചനമെന്നും ബഹുവചനമെന്നും രണ്ടായി തിരിക്കാം. ബഹുവചനത്തിന് സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിങ്ങനെയാണ് പിരിവുകളുള്ളത്. ഒന്നുകൂടെ നോക്കുക. വചനത്തെ ഏകവചനം ബഹുവചനം എന്നിങ്ങനെ തിരിക്കാം. ഇതിൽ ബഹുവചനത്തിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. പിരിവുകളായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ബഹുവചനം എന്ന് എഴുതിയിട്ട് ഒന്ന് എന്താണ്? സലിംഗ ബഹുവചനം. ഇത് ഓരോന്നും എന്താന്ന് പറയാം കേട്ടോ. സലിംഗ ബഹുവചനം. പിന്നെ മറ്റൊന്ന് അലിംഗ ബഹുവചനം. മൂന്നാമത്തേത് എന്താണ്? പൂജക ബഹുവചനം എന്നിങ്ങനെയാണ്. റബ്ബർ കട്ട് എടുത്തോട്ടെ. ബഹുവചനം എന്നിങ്ങനെയാണ് പിരിവുകൾ ഉള്ളത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നോക്കൂ, ഏകവചനം എന്താണെന്ന് പറഞ്ഞു? ഒന്നിനെ കുറിക്കുന്ന ശബ്ദമാണ് ഏകവചനം എന്ന് പറഞ്ഞു. മനുഷ്യൻ, പക്ഷി, കുതിര, ആന, പിന്നെ കല്ല്, മണ്ണ്, ഇതൊക്കെ എന്താണ്? ഏകവചനങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഒന്നിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് ഏകവചനം. ഉദാഹരണം മനുഷ്യൻ, പക്ഷി, കുതിര, ആന, കല്ല്, മണ്ണ്, ചെടി, ഇതൊക്കെ എന്താണ്? ഏകവചനങ്ങളാണ്. എന്നാൽ എന്താണ് ബഹുവചനം? ബഹുത്വത്തെ കുറിക്കുന്നതാണ് ബഹുവചനം. എന്താണ്? ബഹുത്വത്തെ, ഒരുപാടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ബഹുവചനം. ഒരു നാമം ഒന്നിലധികമാണ് എന്ന് കുറിക്കാൻ പ്രത്യേക പ്രത്യയങ്ങളുണ്ട്. ഏകവചനത്തിൽ പ്രത്യയം ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ബഹുവചനം ഉണ്ടാക്കുന്നത്. എന്താണ്? ബഹുത്വത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് എണ്ണം ഉണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുവചന രൂപങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു നാമം ഒന്നിലധികമാണ് എന്ന് കുറിക്കാൻ പ്രത്യേക പ്രത്യയങ്ങളുണ്ട്. എന്താണ് പ്രത്യയം എന്ന് അറിയാമോ? ഈ കർ, മാർ, കൾ ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നില്ലേ, ഇതുകളാണ് എന്ത്? പ്രത്യയങ്ങൾ എന്ന് പറയുക കേട്ടോ. ഒരു വാക്കിന്റെ കൂടെ, ഒരു നാമപദത്തിന്റെ കൂടെ ഇങ്ങനെ കർ, മാർ, കൾ ഇങ്ങനെയൊക്കെ കാണുന്നില്ലേ, ഇതുകളാണ് എന്ത്? പ്രത്യയങ്ങൾ. ഏകവചനത്തിൽ പ്രത്യയം ചേർത്താണ് ബഹുവചനം ഉണ്ടാക്കുന്നത്. എന്താണ്? ഏകവചനത്തിൽ പ്രത്യയം ചേർത്താണ് ബഹുവചനം ഉണ്ടാക്കുന്നത്. ഉദാഹരണം ഇപ്പൊ ഇത് നോക്കൂ. ഇതിന് നമുക്ക് എങ്ങനെ പ്രത്യയവും നാമപദവുമായിട്ട് ഏകവചന രൂപവും പ്രത്യയവുമായിട്ട് നമുക്ക് ഇതിനെ പിരിച്ചു നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും. നോക്കുക, അധ്യാപകർ. എങ്ങനെയാണ് അധ്യാപകർ ആകുന്നത്? അധ്യാപകർ ശരിക്കും അധ്യാപകൻ എന്നുള്ള, അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ളതിന്റെ കൂടെ ഈ എന്താണ് അർ എന്നുള്ള പ്രത്യയം ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കറല്ല കേട്ടോ, അറാണേ. അർ എന്നുള്ള പ്രത്യയം ചേരുമ്പോഴാണ് അധ്യാപകർ ആകുന്നത് കേട്ടോ. അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നുള്ളതും അധ്യാപകർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്നുള്ളതുമാണ് ഇവിടെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി ബാലികമാർ, ഇതിന്റെ ഏകവചന രൂപം എന്താണ്? ബാലിക എന്നുള്ളതാണ് ഇതിന്റെ ഏകവചന രൂപം. അതിന്റെ കൂടെ എന്ത് ചേർത്തു? മാർ എന്നുള്ള പ്രത്യയം ചേർത്തു. അപ്പൊ എന്തായി? ബാലിക മാർ എന്നായി. ഗേൾ എന്നുള്ളതായിരുന്നു ഇത്. ഗേൾ എന്നുള്ളതാണ് എന്ത്? ബാലിക. അതിന്റെ കൂടെ മാർ എന്നുള്ള പ്രത്യയം ചേർത്തപ്പോൾ അതെന്തായി? ഗേൾസ്, ഒന്നിൽ കൂടുതൽ എന്നുള്ള അർത്ഥമായിട്ട് മാറി. അതുപോലെ ഇവിടെ നോക്കിക്കേ, കുട്ടികൾ, കുട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഏകവചന രൂപം. അതിന്റെ കൂടെ കൾ എന്നുള്ള പ്രത്യയം ചേർത്തപ്പോഴാണ് കുട്ടികളായത് കേട്ടോ. ശരി, ചൈൽഡ്, ചിൽഡ്രൻ എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുന്നു. അപ്പൊ മനസ്സിലായല്ലോ, ബഹുത്വത്തെ കുറിക്കുന്നതാണ് എന്ത്? ബഹുവചനം. ഒരു നാമം ഒന്നിലധികമാണ് എന്ന് കുറിക്കാൻ പ്രത്യേക പ്രത്യയങ്ങളുണ്ട്. ഇവിടെയാണെങ്കിൽ എന്തൊക്കെയാ കൊടുത്തിട്ടുണ്ട്? എന്തൊക്കെ പ്രത്യയങ്ങളാണ് ഉള്ളത്? അറുണ്ട്, പിന്നെ മാറുണ്ട്, പിന്നെ എന്തുണ്ട്? കള്ളുണ്ട്. ഇത്തരം പ്രത്യയങ്ങൾ ഏകവചന രൂപങ്ങളുടെ കൂടെ ചേർത്തിട്ടാണ് ബഹുവചന രൂപങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. ഏകവചനത്തിൽ പ്രത്യയം ചേർത്ത് ബഹുവചനം ഉണ്ടാക്കുന്നു. അധ്യാപകൻ, അതിന്റെ കൂടെ ആർ ചേർത്താൽ അധ്യാപകർ എന്നാകും. അതായത് ടീച്ചർ, ടീച്ചേഴ്സ് എന്നുള്ള അർത്ഥം. ബാലികമാർ, ഇപ്പൊ എന്താണ്? ഗേൾ എന്നുള്ളത് എന്തായിട്ട് മാറി? ഗേൾ എന്നുള്ളതിന്റെ, ബാലിക എന്നുള്ളതിന്റെ കൂടെ മാർ എന്നുള്ള പ്രത്യയം ചേർത്തപ്പോൾ ബാലികമാർ, ഗേൾസ് എന്നായി മാറി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഏകവചന രൂപങ്ങളുടെ കൂടെ നാം പ്രത്യയങ്ങൾ ചേർത്ത് ബഹുവചന രൂപങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ,
ശരി, നമ്മൾ നേരത്തെ പറഞ്ഞു ബഹുവചനത്തെ 3ആയി തിരിച്ചിട്ടുണ്ടെന്ന്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. എന്തൊക്കെയാണ്? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിങ്ങനെയാണ് ഉള്ളത്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി അടുത്തടുത്ത ഇതുകളിൽ നോക്കാം, ഭാഗങ്ങളിൽ നോക്കാം. എന്താണ് സലിംഗ ബഹുവചനം എന്ന് നോക്കൂ. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതിന്റെയെങ്കിലും ബഹുത്വത്തെ കാണിക്കുന്നു. എന്താണ്? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതിന്റെയെങ്കിലും ബഹുത്വത്തെ കാണിക്കുന്നതാണ് എന്ത്? സലിംഗ ബഹുവചനം. അപ്പോ അതിന്റെ പ്രത്യയമായിട്ട് വരുന്നത്, സലിംഗ ബഹുവചനത്തിന്റെ പ്രത്യയമായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിക്കൊള്ളുക. മാർ, കൾ. കേട്ടോ, സലിംഗ ബഹുവചനത്തിന്റെ പ്രത്യയമായി വരുന്നതാണ് മാറും കള്ളും. നോക്കിക്കോളൂ, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതിന്റെയെങ്കിലും ബഹുത്വത്തെ കാണിക്കുന്നതാണ്. ഇതിന്റെ പ്രത്യയമായി വരുന്നത് മാർ, കൾ എന്നിവയാണ്. ഉദാഹരണം നോക്കിക്കോളൂ. പുല്ലിംഗ ബഹുവചനമാണേ മിടുക്കൻ. മിടുക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുല്ലിംഗ ഏകവചനമാണ് മിടുക്കൻ. ഇതിന്റെ കൂടെ നമ്മൾ മാർ എന്നുള്ള പ്രത്യയം ചേർത്തു. അപ്പൊ എന്ത് വന്നു? മിടുക്കന്മാർ എന്ന് വന്നു. മിടുക്കന്മാർ. അപ്പൊ എന്തായത്? പുല്ലിംഗ ബഹുവചനമായിട്ട് മാറി. മിടുക്കൻ എന്നുള്ള പുല്ലിംഗ ഏകവചനത്തിനോട് മാർ എന്നുള്ള പ്രത്യയം ചേർത്തപ്പോൾ മിടുക്കന്മാർ എന്ന് കിട്ടി. ഇതെന്ത് രൂപമാണ്? ഇത് പുല്ലിംഗ ബഹുവചനമാണ്. ഓക്കെ. അതുപോലെ സ്ത്രീലിംഗ ബഹുവചനം നോക്ക്. മിടുക്കി, അല്ലെങ്കിൽ സുന്ദരി. സുന്ദരി എന്നുള്ള ഏകവചന രൂപത്തോടെ എന്താണ്? സ്ത്രീലിംഗ ഏകവചന രൂപമാണ് സുന്ദരി. സ്ത്രീലിംഗ ഏകവചനമാണ് ഇവിടെ സുന്ദരി എന്നുള്ളത്. ഇതിന്റെ കൂടെ മാർ എന്നുള്ള പ്രത്യയം ചേർത്തു. സുന്ദരി മാർ എന്നാക്കി. അപ്പൊ എന്തായിട്ട് മാറി? ഇത് സ്ത്രീലിംഗ ബഹുവചനമായിട്ട് മാറി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം പറഞ്ഞത് പുല്ലിംഗ ബഹുവചനം. പുല്ലിംഗ ഏകവചന രൂപത്തോട് പ്രത്യയം ചേർക്കുമ്പോൾ എന്ത് കിട്ടുന്നു? പുല്ലിംഗ ബഹുവചനം കിട്ടുന്നു. ഉദാഹരണം, മിടുക്കൻ എന്നുള്ള പുല്ലിംഗ ഏകവചനം. ഒരാളല്ലേ ഉള്ളൂ മിടുക്കൻ, അപ്പോ ഏകവചനമാണ്. മിടുക്കൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഏകവചനം. പിന്നെ മിടുക്കൻ എന്ന് സ്ത്രീകളെ അല്ല പറയുക, പുരുഷന്മാരെയാണ് പറയുക. അപ്പൊ എന്ത് ലിംഗമാണ്? പുല്ലിംഗം. അപ്പൊ പുല്ലിംഗമാണ്, ഏകവചനമാണ്. പുല്ലിംഗ ഏകവചനമാണ് മിടുക്കൻ. അതിന്റെ കൂടെ മാർ എന്നുള്ള പ്രത്യയം കൂടി ചേർത്തപ്പോ എന്തായിട്ട് മാറി? മിടുക്കന്മാർ എന്നായിട്ട് മാറി. അപ്പോ മാർ വന്നാൽ ഒന്നിലധികം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോ അത് ബഹുവചന രൂപമാണ്. മിടുക്കൻ എന്നുള്ളത് പുല്ലിംഗമാണ്. അപ്പോ പുല്ലിംഗവും ബഹുവചനവും എന്തായി? പുല്ലിംഗ ബഹുവചനമാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്തത്? കിട്ടിയത്. അപ്പൊ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ എന്തുണ്ട്? എന്ത് ലിംഗമാണ് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്നിൽ കൂടുതലുണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഒന്നിലധികം ആൾക്കാർ അവിടെ ഉണ്ട് എന്നും അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മിടുക്കന്മാർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? സലിംഗ ബഹുവചന രൂപമാണ്. എന്താണ്? പുല്ലിംഗ ബഹുവചന രൂപം. അതൊരു സലിംഗ ബഹുവചനമാണ്. എന്ത് ലിംഗമാണ് കാണിക്കുന്നത്? പുല്ലിംഗ ബഹുവചന രൂപമാണ് അവിടെ കാണുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, സ്ത്രീലിംഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സുന്ദരി എന്ന് പറഞ്ഞു. സുന്ദരി എന്നുള്ളത് ഒരാളെ ഉള്ളൂ, അല്ലെ? സുന്ദരി എത്രയുണ്ട്? ഒരാളെ ഉള്ളൂ. അപ്പൊ അതെന്ത് രൂപമാണ്? ഏകവചനം. ഇനി സുന്ദരി എന്ന് പുരുഷനെ പറയുന്നില്ല, സ്ത്രീയാണ് പറയുക. അപ്പോ അതെന്ത് ലിംഗമാണ്? സ്ത്രീലിംഗം. അപ്പോ സ്ത്രീലിംഗ ഏകവചന രൂപമാണ് സുന്ദരി. അതിന്റെ കൂടെ മാർ എന്നുള്ള പ്രത്യയം ചേർത്തു. അപ്പൊ എന്തായി? സുന്ദരി കൾ എന്നായി. സുന്ദരി മാർ എന്നായി. അപ്പൊ മാർ എന്നുള്ളത് ബഹുവചനവും സുന്ദരി എന്നുള്ളത് സ്ത്രീലിംഗ രൂപവും. അപ്പോൾ സ്ത്രീലിംഗ ബഹുവചന രൂപമായിട്ട് മാറി. സുന്ദരിമാർ എന്നായിട്ട് മാറി. ഓക്കെ. അപ്പോ ഏതെങ്കിലും സലിംഗ ഏകവചന രൂപത്തോട് മാർ, കൾ ഇങ്ങനെയുള്ള പ്രത്യയങ്ങൾ ചേർത്താൽ എന്തായിട്ട് മാറ്റാം? സലിംഗ ബഹുവചന രൂപങ്ങളായിട്ട് അവയെ മാറ്റാം. അപ്പൊ നമ്മൾ പുല്ലിംഗവും സ്ത്രീലിംഗവും കണ്ടു. ഇനി അടുത്ത് നപുംസകലിംഗം നമുക്ക് പറയാം. മരം. മരം എന്നുള്ളത് എന്താണ്?
അതിന് പ്രത്യേകിച്ച് മരമാണാണോ പെണ്ണാണോ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് അതിനെ നപുംസകലിംഗമായിട്ട് നമുക്ക് കൂട്ടാം. മരം എന്നുള്ളത് നപുംസകലിംഗമാണ് എന്ന് പറഞ്ഞു. എത്ര എണ്ണമുണ്ട്? ഒരു മരത്തിന്റെ കാര്യമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏകവചന നപുംസകലിംഗമാണ്. എങ്ങനെയുള്ളതാണ്? ഏകവചനവുമാണ്. ഓക്കെ, അപ്പൊ നപുംസകലിംഗ ബഹുവചനത്തിലേക്ക് നമുക്കിതിനെ മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? കൾ എന്ന് പറയുന്ന പ്രത്യയം കൂടെ ചേർക്കും. അപ്പൊ എന്തായിട്ട് മാറി? മരങ്ങൾ എന്നായിട്ട് മാറി. അപ്പൊ ഇതെന്ത് രൂപമായിടേ? അപ്പൊ ഇത് നപുംസകലിംഗ ബഹുവചനമായി. നപുംസകലിംഗ ബഹുവചനം. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം, നോക്കൂ. സലിംഗ ബഹുവചനം എന്ന് പറയുന്നതിന് എത്ര പിരിവുകളുണ്ട്? പിരിവുകളല്ല, അതെന്താണ് സൂചിപ്പിക്കുക? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതിൻ്റെയെങ്കിലും ബഹുത്വത്തെ, അതായത് ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതിനെ കാണിക്കുന്നതാണ് സലിംഗ ബഹുവചന രൂപം. ഇതിന്റെ പ്രത്യയമായിട്ട് വരുന്നത് മാർ, കൾ തുടങ്ങിയവയാണ്. പുല്ലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. മിടുക്കൻ എന്നുള്ള ഏകവചന രൂപത്തോട് ഏകവചന എന്ത് രൂപമാണ്? പുല്ലിംഗ ഏകവചന രൂപമാണ് മിടുക്കൻ എന്നുള്ളത്. അതിന്റെ കൂടെ മാർ എന്നുള്ള പ്രത്യയം ചേർത്തപ്പോൾ എന്തായിട്ട് മാറി? പുല്ലിംഗ ബഹുവചന രൂപമായിട്ട് മാറി. ഇനി സുന്ദരി എന്നുള്ള സ്ത്രീലിംഗ ഏകവചന രൂപത്തോട് മാർ എന്നുള്ള പ്രത്യയം ചേർത്തപ്പോൾ സുന്ദരി മാർ എന്നുള്ള രൂപം കിട്ടി. അതെന്താണ്? സ്ത്രീലിംഗ ബഹുവചന രൂപമാണ്. ഇനി മരം എന്നുള്ള നപുംസകലിംഗ ഏകവചനത്തോട് നമ്മൾ എന്ത് ചേർത്തു? കൾ എന്ന് പറയുന്ന പ്രത്യയം ചേർത്തപ്പോൾ മരങ്ങൾ എന്നുള്ള നപുംസകലിംഗ ബഹുവചന രൂപം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അതിനെ ക്ലിയർ ആയിട്ട് കിട്ടും. അടുത്തതിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞു സലിംഗ ബഹുവചനത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം, നപുംസകലിംഗ ബഹുവചനം. ഒരു ഉദാഹരണമായിട്ട് 1-2 ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിടാം. എന്താണ്? സുന്ദരന്മാർ. സുന്ദരന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്ദരൻ എന്നുള്ളത് പുല്ലിംഗമാണ്. ഇവിടെ മാർ എന്നുള്ള ബഹുവചന പ്രത്യയവുമുണ്ട്. അപ്പോൾ എന്താണ്? പുല്ലിംഗ ബഹുവചനം. ഞാൻ ഈ പേരിനെ തുടർന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. പുല്ലിംഗ ബഹുവചനം. സുന്ദരൻ എന്നുള്ളത് പുല്ലിംഗം, മാർ എന്നുള്ളത് ബഹുവചന പ്രത്യയം. രണ്ടും കൂടി ചേരുമ്പോൾ പുല്ലിംഗ ബഹുവചനം. ഇനി സ്ത്രീലിംഗ ബഹുവചനം നോക്കിക്കേ. വനിതകൾ. വനിതകൾ. ഇവിടെ വനിത എന്നുള്ളത് എന്താണ്? വനിത എന്നുള്ളത് സ്ത്രീലിംഗം, കൾ എന്നുള്ളത് ബഹുവചന പ്രത്യയം. വനിത എന്നുള്ള ഏകവചന രൂപത്തോട്, സ്ത്രീലിംഗ ഏകവചന രൂപത്തോട് കൾ എന്നുള്ള പ്രത്യയം ചേർത്തപ്പോൾ വനിതകൾ എന്നുള്ള രൂപം കിട്ടി. അതെന്താണ്? സ്ത്രീലിംഗ ബഹുവചന രൂപമാണ്. ഇനി നപുംസകലിംഗം. നപുംസകലിംഗത്തിന് ഉദാഹരണം നമ്മൾ നേരത്തെ മരം പറഞ്ഞു. തവണ വീട് പറയാമേ. വീടുകൾ. വീടുകൾ. ഇവിടെ വീട് എന്നുള്ളത് എന്താണ്? നപുംസകലിംഗ ഏകവചനമാണ്. അതിൻ്റെ കൂടെ ബഹുവചന പ്രത്യയമായ കൾ കൂടി ചേർത്തപ്പോൾ വീടുകൾ എന്ന രൂപം കിട്ടി. അപ്പോൾ എന്താണത്? അപ്പോൾ അത് നപുംസകലിംഗ ബഹുവചനമായിട്ട് മാറി. ക്ലിയർ ആണല്ലോ? സലിംഗ ബഹുവചനത്തെ 3ആയി തിരിച്ചിരിക്കുന്നു. പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം, നപുംസകലിംഗ ബഹുവചനം. നപുംസകലിംഗ ബഹുവചനം എന്ന് ചേർത്തോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ നോക്കൂ, പുല്ലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണം സുന്ദരന്മാർ. സുന്ദരൻ എന്നുള്ള ഏകവചന പുല്ലിംഗ രൂപത്തോട്, പുല്ലിംഗ ഏകവചനത്തോട് മാർ എന്ന് പറയുന്ന പ്രത്യയം ചേർത്ത് സുന്ദരന്മാർ. സ്ത്രീലിംഗ ബഹുവചനത്തിന് ഉദാഹരണം നമ്മൾ ഏതാ പറഞ്ഞത്? വനിതകൾ. വനിത എന്നുള്ള സ്ത്രീലിംഗ ഏകവചന രൂപത്തോട് കൾ എന്ന പ്രത്യയം ചേർത്ത് എന്താക്കി മാറ്റി? സ്ത്രീലിംഗ ബഹുവചന രൂപമാക്കി മാറ്റി. ഇനി മാറ്റി എന്നല്ല, അങ്ങനെയാണത് വരുന്നത്. ഇനി നപുംസകലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ വീട് എന്നുള്ള നപുംസകലിംഗ ഏകവചനത്തോട് കൾ എന്ന പ്രത്യയം ചേർത്തപ്പോൾ നപുംസകലിംഗ ബഹുവചനമായിട്ട് മാറി. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് അലിംഗ ബഹുവചനം? എന്താണ് അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തവയാണ് അലിംഗ ബഹുവചനം. ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ നമുക്ക് അലിംഗ ബഹുവചനം എന്ന് പറയാം. അതിന്റെ പ്രത്യയമായിട്ട് വരുന്നത് അർ, കൾ എന്നീ പ്രത്യയങ്ങളാണ് വരുന്നത്. ഉദാഹരണം പറയാം കേട്ടോ. ഉദ്യോഗാർത്ഥികൾ. ഇവിടെ കൾ എന്നുള്ള പ്രത്യയം ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഇതൊരു ബഹുവചന രൂപമാണ് എന്ന്.
പക്ഷെ ഉദ്യോഗാർത്ഥി എന്നുള്ളത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ആണും പെണ്ണും ഉൾപ്പെടുന്ന ഒരു പൊതുവായ കൂട്ടത്തെ അടയാളപ്പെടുത്താനാണ് നമ്മൾ ഉദ്യോഗാർത്ഥി എന്ന് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ നിങ്ങൾ എല്ലാവരും സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ ആരാണ്? ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങളിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട്. ഉദ്യോഗാർത്ഥി എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ആണിനെയാണോ പെണ്ണിനെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള രൂപങ്ങളെയാണ് എന്തെന്ന് പറയുക? അലിംഗ ബഹുവചന രൂപങ്ങൾ എന്ന് പറയുക. ഒരു ഉദാഹരണം കൂടെ പറയാം. മിടുക്കർ. നിങ്ങൾ എല്ലാവരും മിടുക്കരാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ ആൺകുട്ടികളെയോ ഞാൻ വേർതിരിച്ച് പറയുകയല്ല. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ പൊതുവിലാണ് പറയുന്നത്. അതിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എല്ലാം ചേർത്ത് പറയുന്ന പേരെന്താണ്? മിടുക്കർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചാണ് ഞാൻ നിങ്ങളെയെല്ലാം ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല. അങ്ങനെയുള്ള രൂപങ്ങൾ എന്താണ്? അലിംഗ ബഹുവചന രൂപങ്ങളാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത അർ എന്നുള്ളതാണ് ഇവിടത്തെ പ്രത്യയം. ഇവിടുത്തെ പ്രത്യയം ഏതായിരുന്നു? കൾ എന്നുള്ളതായിരുന്നു ഇവിടത്തെ പ്രത്യയം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആണാണോ പെണ്ണാണോ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിൽ പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുമുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും എല്ലാം ചേർന്ന വിദ്യാർത്ഥി എന്ന് പറയുന്ന സമൂഹത്തെ ഡിനോട്ട് ചെയ്യാനാണ് ഞാൻ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പദത്തെ ഉപയോഗപ്പെടുത്തിയത്. അതിൽ കൾ എന്നുള്ള പ്രത്യയമുള്ളത് കൊണ്ട് അത് ബഹുവചന രൂപമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥി എന്നുള്ള ഒറ്റ പദത്തിൽ നിന്ന് അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് എന്താണ്? അലിംഗ ബഹുവചന രൂപമാണ്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി എന്താണ് പൂജക ബഹുവചനം എന്ന് നമുക്ക് നോക്കാം. എന്താണ് പൂജക ബഹുവചനം? ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നവയാണ് ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നവയാണ് പൂജക ബഹുവചനം. അപ്പൊ ഇതിന്റെ പ്രത്യയങ്ങൾ ഏതാണെന്ന് നോക്കിക്കോണേ. അർ, ആർ, കൾ, മാർ. എന്തൊക്കെയാണ്? അർ, ആർ, കൾ, മാർ എന്നിവയാണ് എന്ത്? പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങൾ. അപ്പൊ നമുക്ക് പണ്ട് രാജാക്കന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നോം. സാധാരണ നാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഞാനും നീയും എന്നുള്ള അർത്ഥം, നമ്മൾ എന്നുള്ളൊരു അർത്ഥമാണ് അതിനകത്ത് വരിക. പക്ഷെ രാജാവ് ഒറ്റയ്ക്ക് നിന്ന് പറയും നോം എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ബഹുമാനിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നയാളാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നവയാണ് എന്ത്? പൂജക ബഹുവചനങ്ങൾ. ഈ ഉദാഹരണം പറയാം. പഴയ കളരിയൊക്കെ പഠിപ്പിക്കുന്ന ആശാന്മാരെ എന്തെന്നാ പറയുക? ഗുരുക്കൾ എന്നാണ് പറയുക. ഗുരുക്കൾ എന്ന് പറയുകയും ഒരാൾ മാത്രം നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും മറ്റൊരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ഇങ്ങോർക്ക് മാത്രം കാണാൻ പറ്റുന്ന ആരോ കൂടെ നിൽപ്പുണ്ടെന്ന്. അങ്ങനെയാണോ അവിടെ? അല്ല. കളരി പഠിപ്പിക്കുന്ന ആശാനോടുള്ള ബഹുമാനം കൊണ്ട് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഗുരുക്കൾ എന്ന്. ഇനി ചിലരോട് ചില മരണക്കാർഡിലൊക്കെ അടിച്ചിരിക്കും എന്താണ്? ഇന്ന അവർകൾ നിര്യാതനായി എന്ന് ഒരാളുടെ ഫോട്ടോയും വെച്ചിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കും, അവർകൾ 4-5 പേര് ചത്തുപോയിട്ട് ഒരു മനുഷ്യന്റെ ഫോട്ടോയേ ഉള്ളൂ, ബാക്കിയുള്ള കളുകളൊക്കെ എവിടെ എന്ന് തോന്നും. അങ്ങനെയാണോ? ഇല്ല. ആ മരിച്ചുപോയ ആളോടുള്ള ബഹുമാനാർത്ഥം, പരേതനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ അവിടെ എന്ത് ചേർക്കുക? കൾ എന്നുള്ള പ്രത്യയം ചേർക്കുക. അപ്പോൾ അവിടെ അവർകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ, ഒരാളെ ഉള്ളൂ പക്ഷെ അവർകൾ എന്ന് പ്രയോഗിക്കുന്നത്. ഇനി ഹിമാലയത്തിൽ നിന്ന് വന്ന സ്വാമികൾ എന്ന് പറയും. നമ്മൾ നോക്കുമ്പോൾ ഒരു സ്വാമിയെ വരുന്നുള്ളൂ, ഇടയൊക്കെ വളർത്തി ഒരു സ്വാമിയെ വരുന്നു. പക്ഷെ സ്വാമികൾ എന്ന് പറയുന്നുമുണ്ട്. ബാക്കിയുള്ള സ്വാമിമാരൊക്കെ എവിടെ പോയി? മലയിറങ്ങി വന്നപ്പോൾ അടങ്ങാനും കുടുങ്ങിപ്പോയി കാണുമെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ഈ വന്നിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയോടുള്ള ബഹുമാനത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൾ എന്ന് പ്രയോഗിക്കുന്നത്. സ്വാമികൾ. കേട്ടോ? അതുപോലെ തന്നെ പത്രാധിപരുടെ കുറിപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ കരുതും കുറേ പത്രാധിപന്മാർ അവിടെ ഇരിക്കുന്നു എന്ന്. ശരിക്കും ഒരാളെ ഉള്ളൂ. അതെന്താണ്? ബഹുവചനം. എന്ത് രൂപമാണ്? പൂജക ബഹുവചനമാണ്. ബഹുമാന സൂചകമായിട്ടാണ് അവിടെ പത്രാധിപർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, നമുക്കിതിനുള്ള ഉദാഹരണങ്ങളൊന്ന് നോക്കാം കേട്ടോ. ഈ ആർ, കൾ, മാർ ഒക്കെ വെച്ചിട്ടുള്ളത്. ഗുരുക്കൾ, അവർകൾ,
സ്വാമികൾ, പിന്നെ പത്രാധിപർ. ഇങ്ങനെയൊക്കെയാണ് എന്ത് വരിക? പൂജക ബഹുവചന രൂപങ്ങൾ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 2-3 മുൻവർഷ ചോദ്യോത്തരങ്ങൾ, 2-3 കുറച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂട്ടിപ്പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകളൊക്കെ ഒന്ന് കാണുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ SCR ടെക്സ്റ്റിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതേ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കുക കേട്ടോ. ഇതൊന്ന് പരിചയപ്പെട്ടിട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ശരി, നോക്കിക്കോളൂ. കേരളീയർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? കേരളീയർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അലിംഗമാണോ, പുല്ലിംഗമാണോ, നപുംസകലിംഗമാണോ, അതോ ഇവയെല്ലാം കൂടിയാണോ? ഏതാണടേ? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് A ആണ് കേട്ടോ. അലിംഗമാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. കേരളീയർ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് അതിനകത്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ഒന്നിനെയാണ്, ഒരു വചനത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ അലിംഗ ബഹുവചന രൂപങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോ ഇതിനകത്ത് കേരളീയർ എന്ന് പറയുമ്പോൾ ഒരാളല്ല എന്ന് നമുക്ക് മനസ്സിലായി, കുറച്ച് പേരുണ്ട്. അത് ആണാണോ പെണ്ണാണോ എന്നൊട്ട് സൂചിപ്പിച്ചിട്ടും ഇല്ല. അപ്പോ ബഹുവചന രൂപമാണെന്ന് മനസ്സിലായി. എന്നാൽ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല. അപ്പോൾ അതെന്താണ്? അലിംഗ ബഹുവചന രൂപമാണ്. ഇവിടെ അലിംഗം എന്ന് മാത്രമേ ഓപ്ഷനിൽ ഉള്ളൂ. അതുകൊണ്ട് അലിംഗം നമ്മൾ എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കറുപ്പിക്കുന്നു. ക്ലിയർ ആണല്ലോ. അടുത്തതിലേക്ക് പോവാം. പോകൂ. നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത് നോക്ക്. ഭാഗവതർ ബഹുവചനമാണോ? മർത്യർ ബഹുവചനമാണോ? സമർത്ഥർ ബഹുവചനമാണോ? ആസ്വാദകർ, ഞാൻ തന്നെ ചോദിക്കുന്നു, ഞാൻ തന്നെ പറയുന്നു. നോക്കിക്കേടെ, ഭാഗവതർ എന്ന് പറഞ്ഞാൽ ഒരാളാണോ ഒരുപാട് പേരുണ്ടോ? ഒരുപാട് പേര് കയറി ഇന്ന് സ്റ്റേജിൽ ഇരുന്ന് കച്ചേരി നടത്തുന്നു എന്നാണോ അതിന്റെ അർത്ഥം? ഇല്ല. ഭാഗവതർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അതെന്ത് രൂപമാണ്? ഏകവചന രൂപമാണ് കേട്ടോ. മർത്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്മാർ എന്നുള്ള അർത്ഥമാണ്. മനുഷ്യന്മാർ. അപ്പൊ അതെന്താണിടേ? അത് ബഹുവചന രൂപമാണ്. ബഹു. ഇനി സമർത്ഥർ എന്ന് പറഞ്ഞാൽ സമർത്ഥരായ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നർത്ഥം. അപ്പൊ അതും എന്ത് തന്നെ? ബഹുവചന രൂപം തന്നെ. ഇനി ആസ്വാദകർ, ഏതോ ഒരു കല ആസ്വദിക്കുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ആസ്വാദകർ. അപ്പോൾ അവിടെ എന്തുണ്ട്? അവിടെയും ബഹുവചനമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഏകവചന രൂപമായിട്ടുള്ളത് ഏതാണിടെ? അതായത് ബഹുവചന രൂപമല്ലാത്തത് ഏതാണ്? ഭാഗവതർ എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. അടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരുന്നു? ഭാഗവതർ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? ബഹുവചന രൂപങ്ങളാണ്. മർത്യർ ബഹുവചനം, സമർത്ഥർ ബഹുവചനം, ആസ്വാദകർ ബഹുവചനം, ഭാഗവതർ മാത്രം ഏകവചനം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ബഹുവചനം അല്ലാത്തത്, അതായത് ഏകവചനം ഒന്നേ ഉള്ളൂ, ഭാഗവതർ. നോക്കൂ, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഭാഗവതർ എന്ന് പറയുന്നത് എന്താണ്? ഏകവചന രൂപമാണ്. എന്നാൽ ഇതിലെ എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? ബഹുവചന പ്രത്യയം ചേർത്തിട്ടുണ്ട്. ഇത് ബഹുമാനത്തെ, അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്? ഒരു കലാകാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഗവതർ എന്ന് പ്രയോഗിച്ചിരിക്കുക. ആകയാൽ ഇത് പൂജക ബഹുവചനം എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഭാഗവതർ എന്താണ്? പൂജക ബഹുവചനം. എത്ര പേരുണ്ടേ അതിനകത്ത്? ഒരാളേ ഉള്ളൂ അല്ലേ? പൂജക ബഹുവചനമാണ്. അപ്പോൾ ഒരാളേ ഉള്ളൂ, പാട്ട് പാടുന്ന ഒരാളേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ എന്ത് ചേർത്തു? ബഹുവചന പ്രത്യയം ചേർത്തത് കൊണ്ട് എന്ന ബഹുവചന പ്രത്യയം ചേർത്തപ്പോൾ അത് പൂജക ബഹുവചനമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഓക്കെ, ശരി. ഇനി നോക്ക്, ഏകവചന രൂപം ഏത് എന്നാണ് ഇതിനകത്ത്. ആൻസർ കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അറിയാതെ പറ്റിപ്പോയതാണ് കേട്ടോ. എന്നാലും നോക്കിക്കോ, ഏകവചന രൂപം ഏതാണ്?
മിടുക്കർ. മിടുക്കർ എന്ന് പറഞ്ഞാൽ മിടുക്കന്മാരായ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ അത് എന്ത് രൂപമാണ്? ബഹുവചന രൂപം. ഭാഗവതർ നമ്മൾ പറഞ്ഞു പൂജക ബഹുവചനമാണ് എന്ന്. അപ്പോൾ അത് ഏകവചനം. ഇനി അധ്യാപകർ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതും ബഹുവചനം. മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട് എന്നാണ്. അപ്പോൾ അതും എന്താണ്? ബഹുവചന രൂപം. അപ്പോൾ ഇവിടുത്തെ ഏകവചന രൂപമാണ് ഭാഗവതർ. ഇനി അടുത്തത് നോക്കിക്കേ, ബഹുവചന രൂപം ഏതെന്നാണ് ഇതിനകത്ത്? ദ്രോണർ, വൈദ്യർ, മരയ്ക്കാർ, ഭൃത്യർ. ഭൃത്യർ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ദ്രോണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ്രോണാചാര്യരെയാണ് ദ്രോണർ എന്ന് വിളിക്കുക കേട്ടോ. ദ്രോണാചാര്യനെയാണ് ദ്രോണർ എന്ന് വിളിക്കുക. എന്തുകൊണ്ട് അദ്ദേഹത്തെ ദ്രോണർ എന്ന് വിളിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? ബഹുമാന സൂചകമായിട്ട് പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ ഗുരു ആയിരുന്നു ആര്? ദ്രോണർ. അപ്പൊ ഗുരുസ്ഥാനീയനായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ദ്രോണർ എന്നുള്ള ബഹുവചന പ്രത്യയം ചേർത്തിട്ട് പൂജക ഭാവത്തിൽ അല്ലെങ്കിൽ പൂജക രൂപത്തിൽ വിളിക്കുന്നത്. അപ്പൊ എന്താണ്? ബഹുമാനാർത്ഥം വിളിക്കുന്നതാണ് ദ്രോണർ എന്നുള്ളത്. അപ്പോൾ പൂജക ബഹുവചനമാണ് ദ്രോണർ. പൂജക ബഹു. ഇനി വൈദ്യരും എന്ത് തന്നെ? വൈദ്യർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈദ്യന്മാരുണ്ടെന്നാണോ? ഇല്ല. വൈദ്യന്മാർ, ഒരുപാട് വൈദ്യരുണ്ടായിരുന്നെങ്കിൽ വൈദ്യൻ എന്നുള്ളതിന്റെ ബഹുവചന രൂപം എന്താണ്? വൈദ്യന്മാർ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വൈദ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു വൈദ്യനെ ബഹുമാനത്തോടു കൂടി വിളിക്കുന്നതാണ് വൈദ്യർ എന്നുള്ളത്. അപ്പൊ അതും എന്ത് തന്നെ? പൂജക ബഹുവചനം തന്നെ. ഇനി മരയ്ക്കാർ. മരയ്ക്കാർ എന്ന് പറയുന്ന അറിയാലോ, കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശരിക്കും 2, 3, 4 പേരുണ്ട്. പക്ഷെ അതല്ല, അവരെ എല്ലാവരെയും പേരുടെ കൂടെ എന്താണ്? കുഞ്ഞാലി മരയ്ക്കാർ എന്നല്ലേ പറയുക. കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? ബഹുമാനാർത്ഥം വിളിക്കുന്നതാണ് കുഞ്ഞാലി മരയ്ക്കാർ എന്ന്. ഒരാളേ ഉള്ളൂ. മരയ്ക്കാർ 6 കിടക്കുന്നത് കാരണം എന്തുണ്ടെന്നില്ല അർത്ഥമില്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് അർത്ഥമില്ല. അത് പൂജക ബഹുവചനത്തിനകത്ത് നമ്മൾ പറഞ്ഞു. പൂജക ബഹുവചനത്തിന്റെ പ്രത്യയത്തിൽ ഒന്നാണ് ആർ എന്നുള്ളത് അല്ലേ. അപ്പൊ മരയ്ക്കാർ എന്നുള്ളത് എന്താണ്? പൂജക ബഹുവചനമാണ്. അപ്പൊ പൂജക ബഹു. ഇതിൽ ഭൃത്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലെ ജോലിക്കാരനെ ബഹുമാനപൂർവ്വം ഭൃത്യരെ എന്ന് വിളിക്കുന്നതാണോ? അല്ല. ഭൃത്യൻ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ, സേവകൻ എന്നുള്ള അർത്ഥം. ഒരുപാട് ജോലിക്കാരുണ്ടെങ്കിൽ ഭൃത്യർ എന്നാണ്. അപ്പോ ഇതെന്ത് രൂപമാണിടേ? ഇത് ബഹുവചന രൂപമാണ്. ഭൃത്യന്റെ ഒരുപാട് ഭൃത്യന്മാരുണ്ടെങ്കിൽ ഭൃത്യർ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഭൃത്യർ എന്നുള്ളതാണ് ആൻസർ. ദ്രോണർ എന്നുള്ളത് ബഹുവചന രൂപം, വൈദ്യർ പൂജക ബഹുവചനം, മരയ്ക്കാർ എന്ന് പറയുന്നതും പൂജക ബഹുവചനം തന്നെ. അപ്പോൾ ആദ്യത്തെ 3 എന്താണ്? പൂജക ബഹുവചന വിഭാഗത്തിലും അവസാനത്തേത് ബഹുവചന വിഭാഗത്തിലുമാണ് പെടുന്നത്. ഓക്കെ, ശരി. നോക്കിക്കേ, ഈ പദങ്ങൾ ഒരാളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഏകവചനമാണ്. ഏതൊക്കെയാണ്? ആദ്യത്തെ 3 കേട്ടോ. എന്നാൽ ബഹുമാനം സൂചിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചേർത്തിരിക്കുന്നു? ആർ എന്ന ബഹുവചന പ്രത്യയം ചേർത്തിരിക്കുന്നു. നോട്ട് ചെയ്തോണേ. ഇനി ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മലയാള ഭാഷയ്ക്കില്ലാത്തത്, ഈ തന്നിരിക്കുന്നവയിൽ മലയാള ഭാഷയ്ക്ക് എന്താ ഇല്ലാത്തത്? ഏകവചനം ഇല്ലേടെ? കുട്ടി ഉണ്ട്, ഏകവചനം ഉണ്ട്. ബഹുവചനം ഇല്ലേടെ? കുട്ടികൾ ഉണ്ട്, അതുകൊണ്ട്. ദ്വിവചനം ഉണ്ടോ? 2 കുട്ടി എന്നുള്ള വചനം ഉണ്ടോ? നമുക്ക് ഇല്ല. അപ്പൊ മലയാള ഭാഷയ്ക്ക് എന്തില്ല? ദ്വിവചനം ഇല്ല. പൂജക ബഹുവചനം നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. സ്വാമികൾ, അധ്യാപകർ, ദ്രോണർ, ഇതൊക്കെ കണ്ടില്ലേ. അപ്പൊ പൂജക ബഹുവചനവും മലയാള ഭാഷയ്ക്ക് ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണ്? ദ്വിവചനം. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ സി എന്നുള്ളതാണ് ആൻസർ. ദ്വിവചന രൂപം എന്തില്ല? മലയാള ഭാഷയ്ക്കില്ല. പിന്നെ എന്തിന് മാത്രമേ ഉള്ളൂ? സംസ്കൃതത്തിന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോവാം. ഇതില് ബഹുവചന രൂപം അല്ലാത്തത് ഏത് എന്നാണ് കേട്ടോ. ഇതില് ബഹുവചന രൂപം അല്ലാത്തത് ഏതാണെന്ന് നോക്കാം. നോക്കിക്കേ, മക്കൾ ബഹുവചനമാണോ അല്ലയോ? ഒരു കുട്ടിയേ ഉള്ളൂ എങ്കിൽ എന്ത് പറയും? മകനെന്നോ മകളെന്നോ പറയും. ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും ഉണ്ട്, അല്ലെങ്കിൽ 2 ആൺകുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 പെൺകുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ എന്ത് പറയും? എൻ്റെ മൂത്ത മോളെ, എൻ്റെ ഇളയ മോളെ എന്ന് പറയുമോ? അത് പറയുമ്പോൾ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും. അല്ലാതെ
രണ്ട് മക്കളെയും വേർതിരിച്ച് എൻ്റെ മോൻ എൻ്റെ മോൾ എന്നിങ്ങനെ വേർതിരിച്ച് പറയാൻ എന്ത് പറയും? എൻ്റെ മക്കൾ എന്ന് പറയും. അപ്പോ ഒരാൾക്ക് രണ്ട് മക്കളുണ്ട്, ആണും പെണ്ണും ആവാം, പെണ്ണും പെണ്ണും ആവാം, ഏത് വിഭാഗം വേണമെങ്കിലും ആവാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവരെ എന്തെന്ന് പറയും? 2-3 ഉണ്ടെങ്കിലും 2 ഉണ്ടെങ്കിലും എന്തെന്ന് പറയും? മക്കൾ എന്ന് പറയും. അപ്പൊ അതെന്താണ്? എന്തായാലും ഏകവചനമല്ല, ബഹുവചന രൂപമാണ്. ഇനി കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? കുഞ്ഞ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ, പിള്ളേരുണ്ടെങ്കിൽ എന്തെന്ന് പറയും? കുഞ്ഞുങ്ങൾ എന്ന് പറയും. അപ്പോൾ അതും എന്ത് തന്നെ? ബഹുവചന രൂപം തന്നെ. ആണുങ്ങൾ, ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൺ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ അവിടെ ഉണ്ട് എന്നാണ്. അപ്പോൾ അതും എന്ത് തന്നെ? ബഹുവചന രൂപം തന്നെ. ഇനി പെങ്ങൾ, പെങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ് അർത്ഥം. ങ്ങൾ അല്ലെങ്കിൽ കൾ എന്നുള്ള ഇത് കണ്ടതുകൊണ്ട്, പ്രത്യേകം കണ്ടതുകൊണ്ട് അതെന്തല്ല? അത് ബഹുവചന രൂപമല്ല. പെങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ് അർത്ഥം. അതെന്ത് രൂപമാണ്? ഏകവചന രൂപമാണ്. ഓക്കെ, നമ്മള് ഇത് പഠിച്ചപ്പോ, ലിംഗം പഠിച്ചപ്പോ കണ്ടായിരുന്നു ആങ്ങള, പെങ്ങൾ. ആങ്ങള എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപമാണ് എന്ത്? പെങ്ങൾ എന്നുള്ളത്. അപ്പൊ അതെന്താണ്? ഏകവചനമാണ്. അപ്പോ ഈ കൂട്ടത്തിലെ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. ബഹുവചന ശബ്ദം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഇതൊരു പ്രീവിയസ് ആണ്. ബഹുവചന ശബ്ദം കണ്ടെത്തുക. ഇത് മാത്രമല്ല, ഇനി ഞാൻ പറയുന്നതെല്ലാം പ്രീവിയസ് ആണ്. ഓപ്ഷൻസ് തരാമേ. ഓപ്ഷൻ എ പെങ്ങൾ, ഓപ്ഷൻ ബി കുട്ടികൾ, ഓപ്ഷൻ സി വൈദ്യർ, ഓപ്ഷൻ ഡി കാർന്നോർ. കേട്ടില്ലേ? കാർന്നോര്, മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്തൊക്കെ ഇല്ലേ കാർന്നോര്? നമ്മുടെ ഇന്നസെന്റ് കൊടയൊക്കെ ആയിട്ട് നടക്കും കാർന്നോരെ കുത്താൻ വേണ്ടിയിട്ട്, കണ്ടിട്ടില്ലേ? അപ്പൊ നോക്കിക്കേ, പെങ്ങൾ. പെങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലിംഗം പഠിച്ചപ്പോൾ പറഞ്ഞു, പെങ്ങൾ എന്ന് പറയുന്നത് ആങ്ങള എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപമാണ് എന്ന്. അല്ലാതെ അതായത് എന്തല്ല? ബഹുവചന രൂപം അല്ല. ഇനി കുട്ടികൾ, കുട്ടികൾ. ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ കുട്ടി എന്ന് പറയും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കുട്ടി ഉണ്ട് എന്ന അർത്ഥം. അപ്പോ കുട്ടികൾ അതെന്ത് രൂപമാണടേ? അത് ബഹുവചന രൂപമാണ്. ഇനി വല്ല ബഹുവചനം ഉണ്ടോ നമുക്ക് നോക്കാമേ. വൈദ്യർ, വൈദ്യർ എന്ന് പറയുന്നത് എന്ത് രൂപമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അർ എന്നുള്ള പ്രത്യയം ഉണ്ടെങ്കിലും അത് ബഹുവചന രൂപമല്ല. പിന്നെ എന്താണ്? പൂജക ബഹുവചനമാണ്. എന്താണ്? പൂജക ബഹുവചനമാണ്. ഇനി കാർന്നോർ, കാർന്നോർ എന്ന് പറഞ്ഞാൽ കാരണവർ. ഒരാളെ ഉണ്ടാവും, കാരണവൻ. വീടിന്റെ ഏറ്റവും മുതിർന്നയാള്, വീട്ടുകാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കുന്ന, പഴയ തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്ന അമ്മാവന്റെയോ അച്ഛന്റെയോ മുത്തച്ഛന്റെയോ ഒക്കെ സ്ഥാനം ഉണ്ടായിരുന്ന, എല്ലാവരെയും അനുസരിപ്പിക്കുന്നയാളാണ് ആര്? കാരണവർ. അപ്പോൾ അദ്ദേഹത്തെ ഒരാളെ ഉള്ളെങ്കിലും കാരണവനെ എന്തെന്ന് പറയും? കാരണവർ എന്ന് ബഹുമാനപൂർവമാണ് സംബോധന ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് എന്ത്? കാർന്നോർ. അപ്പൊ ഇത് എന്ത് തന്നെടേ? ഇതെന്തല്ല? ബഹുവചന രൂപമല്ല, പക്ഷെ എന്താണ്? പൂജക ബഹുവചനമാണ്. ഓക്കെ, അപ്പൊ പെങ്ങൾ എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു? ഏകവചനമാണ്. ഏകവചനം, സ്ത്രീലിംഗ ഏകവചനം. കുട്ടികൾ എന്നുള്ളത് ബഹുവചനമാണ്. വൈദ്യർ പൂജക ബഹുവചനം, കാർന്നോർ പൂജക ബഹുവചനം. അപ്പൊ നമ്മുടെ ശരിയായ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. താഴെ പറയുന്ന, ഞാൻ 2-3 പ്രസ്താവനകൾ എഴുതുകയാണേ. താഴെ പറയുന്നവയിൽ ശരിയേത്? നോക്കിക്കോ. 1, 2 പുസ്തകങ്ങൾ. 2, 4 വരികൾ. 3, 6 പശുക്കൾ. 4, 3 സ്ത്രീകൾ. ഉണ്ടോ? ഇവിടെ 2-3 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. നോക്കിക്കേ, ഏതാണ്? 2 പുസ്തകങ്ങൾ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല തന്നിരുന്നത്. ഓപ്ഷൻസ് കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിന്റെ ഓപ്ഷൻസ് എന്നത് എ 1,
രണ്ടും ശരി. ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരി. ഓപ്ഷൻ സി മൂന്നും നാലും ശരി. ഡി എന്തായിരുന്നു? ഒന്നും നാലും ശരി. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ആൻസർ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് പ്രശ്നം നോക്കിക്കേ. ഒന്നിൽ കൂടിയ സംഖ്യാശബ്ദം വിശേഷണമായി വന്നാൽ അതിനെ എന്തായിട്ട് കൂട്ടണം? നപുംസക ലിംഗത്തിൽപ്പെട്ട നാമങ്ങളോട് ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല. എന്താണ്? ഒന്നിൽ കൂടുതൽ സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നു. അപ്പൊ നോക്കൂ, രണ്ട് പുസ്തകങ്ങൾ എന്നുള്ളതിൽ രണ്ടാണ് ഇവിടെ വിശേഷണം. വരികൾ എന്നുള്ളതിന്റെ വിശേഷണം 4 വരികൾ എന്നുള്ളതാണ്. ഇനി പശുക്കൾ എന്നുള്ളത് നോക്കിക്കേ, 6 പശുക്കൾ. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞത്? ഒന്നിൽ കൂടിയ സംഖ്യാവിശേഷണം ശബ്ദം വിശേഷണമായിട്ട് വന്നാൽ, സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നാൽ നപുംസക ലിംഗത്തിൽപ്പെട്ട നാമങ്ങളോട് ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം നോക്കൂ, ഇവിടെ നപുംസക ലിംഗമായിട്ട് വന്നിരിക്കുന്ന വചനങ്ങൾ നാമങ്ങൾ ഏതൊക്കെയാണ്? പുസ്തകങ്ങളും വരികളും. എന്താണ് ഇത് രണ്ടും? എന്താണ്? നപുംസക ലിംഗത്തിൽ പെട്ടവയാണ്. സ്ത്രീലിംഗമല്ല, പുരുഷലിംഗം പുല്ലിംഗവും അല്ല. വരികൾ എന്നുള്ളതും പുസ്തകങ്ങൾ എന്നുള്ളതും. അതിന്റെ വിശേഷണമായിട്ട് വന്നിരിക്കുന്ന എന്തൊക്കെയാണ്? 2 പുസ്തകങ്ങൾ എന്നുള്ളതിന്റെ വിശേഷണം 2 പുസ്തകങ്ങൾ. വരികൾ എന്നുള്ളതിന്റെ മുമ്പിൽ എന്തുണ്ട്? 4 വരികൾ എന്നുണ്ട്. അപ്പോ എന്ത് പറഞ്ഞു? നപുംസകലിംഗം പുസ്തകവും വരികളും. ഇവയ്ക്ക് ഫ്രണ്ടിൽ സംഖ്യാവിശേഷണം വരികയാണെങ്കിൽ, അതും ഒന്നിൽ കൂടുതലുള്ള സംഖ്യാവിശേഷണം വരികയാണെങ്കിൽ അവിടെ എന്ത് ചേർക്കണ്ട? അവിടെ ബഹുവചന ശബ്ദം അല്ലെങ്കിൽ ബഹുവചന പ്രത്യയം ഈ കൾ എന്നുള്ളത് ഇവിടെ ചേർക്കേണ്ടതില്ല. അപ്പൊ ശരിയായ രൂപം എങ്ങനെ എഴുതാം? 2 പുസ്തകം എന്ന് മതി കേട്ടോ. 2 പുസ്തകം എന്ന് മതി. അതുപോലെ 4 വരി. നമ്മളിപ്പോ കടയിൽ പോയി പുസ്തകം വാങ്ങിക്കുകയാണ്. 2 ബുക്ക് വേണം എന്നല്ലേ പറയുന്നത്? 2 ബുക്കുകൾ വേണം എന്ന് പറയാറുണ്ടോ? ഇല്ല, ആ പ്രയോഗം തെറ്റാണ്. 4 വരി. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? 4 വരിയായിട്ട് നിൽക്കുക. എന്താണ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പറയും 4 ക്യൂ ആയിട്ട് 4 വരികളിലായിട്ട് നിൽക്കുക. 4 വരിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ എന്താണ്? അവിടെ കൾ എന്ന് നമ്മൾ പ്രയോഗിക്കേണ്ടുന്ന ആവശ്യമില്ല. 4 വരിയായിട്ട് നിൽക്കുക. പിന്നെ 2 പുസ്തകം തരൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പ്രയോഗിക്കുന്നത്. അവിടെ ഒന്നും എന്ത് ചേർക്കുന്നില്ല? കൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർ, ആർ അങ്ങനെയുള്ള പ്രത്യയങ്ങളൊന്നും നമ്മൾ ചേർക്കേണ്ടുന്ന ആവശ്യമില്ല. എന്താണ്? നപുംസക ലിംഗങ്ങളുടെ മുന്നിൽ സംഖ്യാവിശേഷണം വരികയും അത് എന്തിൽ കൂടുതലായിരിക്കുകയും വേണം? ഒന്നിൽ കൂടുതലുള്ള സംഖ്യാവിശേഷണമായിരിക്കുകയും ചെയ്താൽ അവയുടെ കൂടെ പ്രത്യയം ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ താഴെയുള്ള 6 പശുക്കൾ 3 സ്ത്രീകൾ. 6 പശു എന്നും 3 സ്ത്രീ ഒന്നും അല്ല പറയുക, 6 പശുക്കൾ എന്നത് പ്രയോഗം ശരിയാണ്. 3 സ്ത്രീകൾ എന്നുള്ള പ്രയോഗവും ശരിയാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ 3ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സി ആണ് ഇവിടത്തെ ആൻസർ. ആൻസർ എന്താണ്? സി. ഓക്കെ, ക്ലിയർ ആണോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്തത് ഏതാണെന്ന് നോക്കണേ. അധ്യാപകർ. 2 കവികൾ. 3 സ്വാമികൾ. നമുക്കിപ്പോഴേ ആൻസർ കിട്ടിയല്ലേ. പിന്നെ ശിഷ്യന്മാർ. അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണത്? ടീച്ചേഴ്സ് എന്നുള്ള അർത്ഥമാണല്ലേ. ടീച്ചേഴ്സ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏകവചനവും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അധ്യാപകർ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അധ്യാപകർ. അപ്പോൾ എന്താണത്? ബഹുവചന രൂപമാണ്. അധ്യാപകനാണെങ്കിൽ 1ഉം അധ്യാപകരാണെങ്കിൽ 1ൽ കൂടുതലുമാണ്. ബഹുവചന രൂപമാണത്.
ഇനി കവികൾ, കവി എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ കവികൾ ഉണ്ടെങ്കിൽ അതിനെ കവികൾ എന്ന് പ്രയോഗിക്കും. കൾ എന്ന പ്രത്യയം ചേർത്ത്, ബഹുവചന പ്രത്യയം ചേർത്ത് കവികൾ എന്ന് പ്രയോഗിക്കും. അപ്പൊ അവിടെയും ബഹുവചന രൂപമാണ് ഉള്ളത്. ഇനി സ്വാമി, സ്വാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളാണുള്ളത്. സ്വാമി, സ്വാമി ഒന്നിൽ കൂടുതൽ സ്വാമികൾ എന്ന് പ്രയോഗിച്ചാൽ ഒന്നിൽ കൂടുതൽ സ്വാമിമാർ അവിടെ ഉണ്ടെന്നാണോ? അല്ല, ഒരാളേ ഉള്ളൂ. പിന്നെന്താണ്? ബഹുവചന ബഹുമാനാർത്ഥമാണ് എന്ത് സൂചിപ്പിക്കുന്നത്? കൾ എന്നുള്ള പ്രത്യയം നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണത്? പൂജക ബഹുവചനം. ഏതാണ്? പൂജക ബഹുവചനമാണ് സ്വാമികൾ. അപ്പോൾ അതെന്തല്ല? ബഹുവചനത്തെ സൂചിപ്പിക്കുന്നില്ല. ഇനി ശിഷ്യന്മാർ എന്നുള്ളത്, ശിഷ്യൻ ഒരാളെ ഉള്ളെങ്കിൽ ശിഷ്യൻ എന്ന് പറയും. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ശിഷ്യന്മാരുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അപ്പൊ എന്താണത്? അതും ബഹുവചന രൂപം തന്നെയാണ്. അപ്പോൾ ഇവിടെ ബഹുവചനത്തെ സൂചിപ്പിക്കാത്തത് സ്വാമികൾ എന്നുള്ളതാണ്. അതെന്ത് പ്രയോഗമാണ്? പൂജക ബഹുവചന രൂപമാണ് അത്. ക്ലിയർ ആണോ? ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി ഞാൻ തന്നിരിക്കുന്നതില് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചന രൂപമേത്? താഴെ തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചന രൂപം നോക്കിക്കോ ഏതാണെന്ന്. ഓപ്ഷൻ എ സ്വാമികൾ, ഓപ്ഷൻ ബി വധുക്കൾ, ഓപ്ഷൻ സി മരങ്ങൾ, ഓപ്ഷൻ ഡി ജനങ്ങൾ. ഇതിലേതാണ് ആൻസർ? ഏതാണെന്ന് അറിയാമോ? ഒന്ന് നമുക്ക് നോക്കി വരാം. സ്വാമികൾ, സ്വാമികൾ എന്താണെന്ന് പറഞ്ഞു? പൂജക ബഹുവചനമാണല്ലേ. പൂജക ബഹുവചന രൂപമാണ് സ്വാമികൾ. ഇനി വധുക്കൾ എന്ന് പറയുമ്പോൾ അത് അലിംഗമാണോ? അല്ല, വധു എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണെന്ന് നമുക്കറിയാം. വധുക്കൾ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ ബഹുവചനമാണ്. വധു സ്ത്രീ അല്ലേ? പുരുഷനെ പറയൂടെ വധു എന്ന്? ഇല്ല. അപ്പോൾ സ്ത്രീലിംഗ ബഹുവചന രൂപമാണ് വധുക്കൾ എന്നുള്ളത്. മരങ്ങൾ എന്ന് പറഞ്ഞാൽ, മരം എന്ത് ലിംഗമാണ്? നപുംസക ലിംഗമാണ്. അപ്പൊ മരങ്ങൾ എന്ന് പറഞ്ഞാൽ നപുംസക ബഹുവചന രൂപമാണ്, നപുംസകലിംഗ ബഹുവചന രൂപമാണ്. ഇനി ജനങ്ങൾ എന്ന് പറഞ്ഞാലോ? ജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അലിംഗം എന്ന് വിളിക്കുന്നു. ഒരു നാമരൂപം അത് പെണ്ണാണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ നമ്മൾ അലിംഗ രൂപങ്ങൾ എന്ന് പറയുമെന്ന് പറഞ്ഞു. അത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? അതിനെ നമ്മൾ അലിംഗ ബഹുവചന രൂപം എന്ന് പറയും. അപ്പോ ജനങ്ങൾ എന്നുള്ളതാണ് ഇവിടത്തെ അലിംഗ ബഹുവചന രൂപം. ആൻസർ ഏതാണടെ? ആൻസർ ഡി. ഓക്കെ, ക്ലിയർ ആണല്ലോ. സ്വാമികൾ പൂജക ബഹുവചനം, വധുക്കൾ സ്ത്രീലിംഗ ബഹുവചനം, മരങ്ങൾ നപുംസകലിംഗ ബഹുവചനം, ജനങ്ങൾ അലിംഗ ബഹുവചനം. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈ അലിംഗ ബഹുവചനത്തിന് കുറെ ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഉദ്യോഗാർത്ഥികൾ, മിടുക്കർ, അധ്യാപകർ, കേരളീയർ, ഭാരതീയർ, പിന്നെ ഭക്തർ, ബ്രാഹ്മണർ, ഇതൊക്കെ എന്താണ്? അലിംഗ ബഹുവചനമാണ്. ആൺപെൺ വ്യത്യാസം അറിയാൻ സാധിക്കാത്തവയാണവ. ഓക്കെ, ഇനി സലിംഗ ബഹുവചനം കണ്ടുപിടിക്കാം. അലിംഗം കണ്ടുപിടിച്ച സലിംഗം കണ്ടുപിടിക്കണ്ടേ? സലിംഗ ബഹുവചന രൂപമേത്? നോക്കിക്കേ, സലിംഗ ബഹുവചന രൂപം നോക്കിക്കേ. ഓപ്ഷൻ തരാമേ. എ മിടുക്കന്മാർ, ബി കുട്ടികൾ, സി ജനങ്ങൾ, ഡി അധ്യാപകർ. നോക്കിക്കേ, മിടുക്കന്മാർ. മിടുക്കൻ ഏത് ലിംഗമാണ്? പുല്ലിംഗമാണ്. മിടുക്കന്മാർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ബഹുവചനമാണ്. ഓക്കെ, എന്താണ്?
പുല്ലിംഗ ബഹുവചനം. അപ്പോൾ ഏത് ലിംഗമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. എന്ത് ലിംഗമാണെന്ന് പറഞ്ഞു? പുല്ലിംഗ ബഹുവചനമാണ്. അപ്പോൾ അതെന്താണിടെ? പുല്ലിംഗമാണെന്ന് പറഞ്ഞു. മിടുക്കൻ എന്നുള്ളത് കൊണ്ട് അത് എന്ത് ലിംഗമാണ്? പുല്ലിംഗമാണ്. അപ്പോൾ അവിടെ ലിംഗമുണ്ട്. ലിംഗം ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ സലിംഗമാണ്. പിന്നെ മാർ എന്നുള്ള പ്രത്യയമുണ്ട്. അപ്പോൾ എന്താണത്? ബഹുവചന രൂപവുമാണ്. അപ്പോൾ സലിംഗ ബഹുവചനം. മിടുക്കൻ എന്നുള്ളത് പുല്ലിംഗം, അതായത് അവിടെ സലിംഗമാണെന്ന് നമുക്ക് മനസ്സിലായി. മാർ എന്നുള്ളത് ബഹുവചന പ്രത്യയ രൂപമാണ്. അപ്പോൾ അത് ബഹുവചനമാണെന്ന് മനസ്സിലായി. സലിംഗ ബഹുവചന രൂപമാണ് മിടുക്കന്മാർ എന്നുള്ളത്. ഇനി കുട്ടികൾ എന്നുള്ളത് നോക്കാം. കുട്ടി എന്ന് പറഞ്ഞാൽ എന്ത് രൂപമാണിടെ? കുട്ടി എന്ന് പറഞ്ഞാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് അലിംഗമാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാലും ആണും പെണ്ണും ചേരുന്ന ഒരു വിഭാഗത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ അതെന്താണ്? അത് അലിംഗ ബഹുവചനമാണ്. ഇനി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ പിന്നെന്താണ് ട്രാൻസ് ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന്. ഇവരെല്ലാം ചേരുന്ന ഒരു കൂട്ടമാണ് ജനങ്ങൾ. അപ്പോൾ അവിടെ എന്തുണ്ട്? ലിംഗം അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതും എന്ത് തന്നെ? അലിംഗ ബഹുവചന രൂപം തന്നെ. അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലേഡി ടീച്ചേഴ്സും ഉണ്ട്, പിന്നെ എന്താണ് ജെൻസും ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ആൺ പെൺ വ്യത്യാസം അറിയാൻ സാധിക്കുന്നില്ല, വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അതും എന്ത് തന്നെ? അലിംഗ ബഹുവചന രൂപം തന്നെ. അപ്പോൾ ഈ കൂട്ടത്തിലെ സലിംഗ ബഹുവചനം ആര് മാത്രമേ ഉള്ളൂ? മിടുക്കന്മാർ എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ എ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ആണ്, ഇതെല്ലാം പ്രീവിയസ് ആണ്. ഇതും കൂടെ ഒന്ന് നോക്കിക്കോ. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം എന്താണ്? വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ വാദ്യാർ, ഓപ്ഷൻ ബി വൈദ്യർ. PSC ഇങ്ങനെ പല ഗിമ്മിക്സുകളും കാണിക്കും. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ തന്നെ അതിനകത്തോട്ട് അപ്ലൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും കേട്ടോ. വൈദ്യർ. സി നോക്കിക്കേ, സ്വാമികൾ. ഡി കുട്ടികൾ. നോക്കിക്കേ, വാദ്യാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അധ്യാപകനാണ് കേട്ടോ. അധ്യാപകൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ ബഹുമാന സൂചകമായിട്ട് പൂജക ബഹുവചനത്തിന് വരുന്ന പ്രത്യയങ്ങൾക്കകത്ത് മാർ, ആർ, കൾ, ആർ ഇതൊക്കെ വരുമെന്ന്. അതിൽ ആറാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുക. വാദ്യാർ എന്ന് പ്രയോഗിച്ചിരിക്കുക. വാദ്യാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധ്യാപകൻ എന്ന് മാത്രമേ ഉള്ളൂ. ഗുരു ആയതുകൊണ്ട് ആണിവിടെ വാദ്യാർ എന്ന് പ്രയോഗിച്ചിരിക്കുക. അപ്പൊ ബഹുമാനാർത്ഥമാണ്. അപ്പൊ നമുക്കറിയാം അത് ഏത് ഏത് വചനമാണിടെ? പൂജക ബഹുവചനമാണ്. ബഹുവചന പ്രത്യയവുമുണ്ട്, ബഹുമാനാർത്ഥമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പൂജക ബഹുവചനം. ഇനി വൈദ്യർ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാളെ ഉള്ളൂ. പക്ഷെ അയാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാന സൂചകമായിട്ടുള്ള സംബോധനയാണ് എന്ത്? വൈദ്യർ എന്നുള്ളത്. അപ്പൊ വൈദ്യൻ എന്നുള്ളത് എന്ത് തന്നെ? പൂജക ബഹുവചനം. എന്താണ്? പൂജക ബഹുവചനം. ഇനി സ്വാമികൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സന്യാസിയെ ഉള്ളവിടെ. അപ്പോ അദ്ദേഹത്തിന്റെ മഹത്വത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നു? ബഹുമാന സൂചകമായ സംബോധന ചെയ്യുന്നു. അപ്പോൾ എന്താണ്? വിശേഷണം കൊടുക്കുന്നു. അപ്പൊ എന്താണ്? സ്വാമികൾ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. എന്ത് തന്നെ? പൂജക ബഹു. ഇനി കുട്ടികൾ എന്ന് പറഞ്ഞാലോ? കുട്ടി എന്ന് പറഞ്ഞാൽ ഏകവചനം. കുട്ടി എന്ന് മാത്രം പറഞ്ഞാൽ ഏകവചനമാണ്. അതിൻ്റെ കൂടെ എന്ത് ചേർത്തു? കൾ എന്നുള്ള ബഹുവചന പ്രത്യയം കൂടി ചേർത്തപ്പോൾ എന്ത് കിട്ടി? കുട്ടികൾ എന്നുള്ള രൂപം കിട്ടി. അപ്പൊ അതെന്താണ്? ബഹുവചന രൂപമാണ്. ബഹുവചനം കേട്ടോ. അപ്പോ ബാക്കിയുള്ള എല്ലാ വചനങ്ങളുടെയും പ്രത്യേകത എന്താണ്? അതെല്ലാം ശബ്ദം കൊണ്ട്
ബഹുവചനം എന്ന് തോന്നിക്കുന്നവയും എന്നാൽ അർത്ഥം കൊണ്ട് എന്താണ് ഏകവചനവും ആണ്. അവയെല്ലാം എങ്ങനെയുള്ളവയാണെന്ന് കൂടെ പറഞ്ഞു. പൂജക ബഹുവചന രൂപങ്ങളാണ്. നമ്മൾ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്ന് തോന്നാമെങ്കിലും ബഹുമാനാർത്ഥമാണ് അവിടെ ഒന്നിൽ കൂടുതൽ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ബഹുവചന പ്രത്യയം ചേർത്ത് അവരെ വിശേഷിപ്പിക്കുക. ശരിക്കും അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. വാദ്യർ, വൈദ്യർ, സ്വാമികളെല്ലാം ഒരാളേ ഉള്ളൂ. അവരോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്ത് ചേർക്കുന്നത്? ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് അവരെ വിശേഷിപ്പിക്കുന്നത്. ഇനി കുട്ടികൾ എന്ന് പറഞ്ഞാലോ, അവിടെ ഇവിടുത്തെ കള്ളെന്ന് പറയുന്നത് ബഹുവചന ബഹുമാനാർത്ഥം ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യയമല്ല, മറിച്ച് ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ കൾ എന്ന പ്രത്യയം. അപ്പോൾ കുട്ടികൾ, കുട്ടി എന്നാൽ ഏകവചനവും കൾ എന്ന ബഹുവചന പ്രത്യയ രൂപം ചേരുമ്പോൾ അത് കുട്ടികൾ എന്നുമായി തീരുന്നു. അത് ബഹുവചന രൂപമാണ്. അപ്പോൾ വചനതലത്തിൽ വ്യത്യസ്ത പുലർത്തുന്ന പദം ഏതാണ്? ഇവിടുത്തെ കുട്ടികൾ എന്നുള്ളതാണ്. ആൻസർ ഏതാണടേ? ആൻസർ ഡി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. വചനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് കണ്ടത്. വചനം വളരെ ചെറിയ ഒരു പോർഷനാണ്. അതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ചെയ്ത് കണ്ടു. നിങ്ങൾക്കിനി PDF ആയിട്ട് തരുന്നതിനകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരും. എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉണ്ടാവത്തുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞല്ലോ, വചനം ചെറിയൊരു ടോപ്പിക്കാണ്. അതിനകത്ത് ഏതൊക്കെ വചനങ്ങൾക്കകത്ത് ഏതൊക്കെ പ്രത്യയങ്ങൾ ചേർക്കണം എന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പൂജക ബഹുവചനവും തമ്മിൽ മാറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അലിംഗവും സലിംഗവും എങ്ങനെ വേർതിരിച്ചറിയാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അതും ശ്രദ്ധിക്കുക. പിന്നെ നപുംസകലിംഗം ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് വാക്കുകൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് മറ്റു വാക്കുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മരം എന്ന് പറയും, മരം, ചെടി, കല്ല്, ഇതൊക്കെ നപുംസകലിംഗമാണെന്ന് നമുക്ക് അറിയാം. സലിംഗം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ കൂടെ ആണാണോ പെണ്ണാണോ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്ക് കൂടി ഉണ്ടാവും എന്ന് നമുക്കറിയാം. അലിംഗം എന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു കൂട്ടത്തെയാണ് സൂചിപ്പിക്കുക എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, എന്നാലും നിങ്ങൾ ശ്രദ്ധയോടുകൂടി ക്ലാസ് വീണ്ടും കേട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് PDF-നകത്ത് ആഡ് ചെയ്തേക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. എന്ത് തരം സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ദൂരീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.